What's up guys, it's Vinidhish and welcome back to my channel. So, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു അടിപൊളി ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് ടിപ്പാണ്. അത് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ഏതൊരു സാധാ ഇമേജും നെക്സ്റ്റ് ലെവൽ ഫോട്ടോ ആക്കി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതും വെറും 30 സെക്കൻഡ്സ് കൊണ്ട്. എല്ലാവരും ഒന്ന് ഞെട്ടിയോ? ഞെട്ടിക്കാണും. കാരണം വെച്ച് കഴിഞ്ഞാൽ വെറും 30 സെക്കൻഡ് കൊണ്ട് അതും 2-3 ക്ലിക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സാധാരണ ഇമേജുകൾ നെക്സ്റ്റ് ലെവലാക്കി എഡിറ്റ് ചെയ്യാൻ പറ്റും. അതും ആർക്കും ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രത്യേക കളർ ടോൺ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് കൊടുക്കാനും ഒക്കെ ഈ ഗ്രേഡിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏതൊരു പിക്ചറും എഡിറ്റ് ചെയ്യാൻ പറ്റും. അതും നിങ്ങൾക്ക് അത്ര പ്രൊഫഷണലായിട്ട് അറിയണമെന്നൊന്നുമില്ല, ആർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആപ്സ് ഡൗൺലോഡ് ചെയ്യണം. ഒന്ന് അഡോബ് ലൈറ്റ്റൂം മൊബൈലും മറ്റൊന്ന് ടെലഗ്രാമുമാണ്. സോ രണ്ടും ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സൈനപ്പ് ചെയ്യുക. സോ ഗൈസ്, നിങ്ങൾ ടെലഗ്രാമും ഡൗൺലോഡ് ചെയ്തു അതേപോലെ ലൈറ്റ്റൂമും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ടെലഗ്രാം ഓപ്പൺ ചെയ്യുക, അതിനകത്ത് സൈനപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ചാറ്റ് ബോക്സിൽ പോയിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് റൈറ്റ് സൈഡിൽ ഒരു സെർച്ച് ബാർ ഉണ്ട്. സെർച്ച് ബാർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് പ്രീസെറ്റ് ലൈറ്റ്റൂം ഫ്രീ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട്സ് വരുന്നതാണ്. ഈ റിസൾട്ട്സിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലുള്ള, അതായത് ഏറ്റവും മുകളിലുള്ള ഒരു യെല്ലോ DP വരുന്ന ഒരു പ്രൊഫൈലുണ്ട്, അത് ഓപ്പൺ ചെയ്യുക. സോ അതിനകത്ത് എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു പിക്ചർ അത് ഡൗൺലോഡ് ചെയ്യുക. സോ ഇതിനകത്ത് ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്, ഒരുപാട് കളർ ടോണിലുള്ള ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ടോണിലുള്ള ഒരു പിക്ചർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇതെല്ലാം DNG ഫയലാണ്. സോ ഇതിനകത്ത് എനിക്ക് വാനില സ്കൈ എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അതിൻ്റെ DNG ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. സോ അത് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഗാലറിയിൽ ഓപ്പൺ ചെയ്യുകയാണ്. സോ അത് ഓപ്പൺ ആയിട്ടുണ്ട് ഗാലറിയിൽ. ആൻഡ് ഇതിൻ്റെ താഴെയായിട്ട് എനിക്കിത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അത് ഞാൻ ആഡ് ടു ലൈറ്റ്റൂമിലേക്ക് ഷെയർ ചെയ്യുകയാണ്. സോ ഫോട്ടോ ലൈറ്റ്റൂമിൽ സേവ് ആയിട്ടുണ്ട്. സോ ഞാൻ എന്താ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ്റൂം ഓപ്പൺ ചെയ്യും. ആൻഡ് ലൈറ്റ്റൂമിൽ ആ ഫോട്ടോ വന്ന് കിടപ്പുണ്ട്. സോ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിക്ചർ ഓപ്പൺ ചെയ്യുക ലൈറ്റ്റൂമിൽ. ആൻഡ് അതിൻ്റെ എഡിറ്റിംഗ് ടാബിൽ പോവുക. എഡിറ്റിംഗ് ടാബിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് 3 ഡോട്ട്സ് ഉണ്ട്. ആ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കോപ്പി സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ കോപ്പി ചെയ്യുക. ആൻഡ് ദ സെറ്റിങ്സ് ഈസ് കോപ്പീഡ്. സോ അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടം, അതായത് നിങ്ങൾക്ക് ഏത് പടമാണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ പടം ലൈറ്റ്റൂമിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അത് ഓപ്പൺ ചെയ്യാം. സോ ഇതാണ് ആ പടം. ആൻഡ് ഒരു എഡിറ്റും ചെയ്തിട്ടില്ല, നോർമൽ ഔട്ട് ഓഫ് ദ ക്യാമറയാണിത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോപ്പി ചെയ്ത സെറ്റിങ്സ് ഇല്ല, അതിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിനും ഞാൻ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലുള്ള 3 ഡോട്ട്സ് പ്രസ് ചെയ്യുകയാണ്. ആൻഡ് ഇൻ ദാറ്റ് പേർ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. സോ ഞാൻ പേർ സെറ്റിങ്സ് കൊടുക്കുകയാണ്. സോ ബൂം, ഗോട്ട് ചേഞ്ച്, കംപ്ലീറ്റ്ലി പിക്ചർ ചേഞ്ചായി. ആൻഡ് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓവർ എഡിറ്റ് ആയതുപോലെ ഉണ്ട്. ആൻഡ് ഇതിനകത്തൊരു ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബ്ലീച്ച് ആയിട്ടുണ്ട് പടം. പക്ഷേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. ഇതിപ്പോൾ ബ്ലീച്ച് ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ സെറ്റിങ്സ് എൻ്റെ ലൈറ്റ്റൂമിൽ മാറ്റേണ്ടി വരും. അതിന് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിൽ പോയിട്ട് എക്സ്പോഷർ കുറച്ച് കട്ട് ചെയ്യും. കാരണം പ്രീസെറ്റിൽ ഓൾറെഡി എക്സ്പോഷർ കുറച്ച് കൂട്ടിയാണ് കിടക്കുന്നത്, കുറച്ച് കട്ട് ചെയ്യും. ആൻഡ് കളറിൽ പോയിട്ട് കുറച്ച് സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഇമേജാണ് ഇഷ്ടം. അത്രയ്ക്ക് ഫെയ്ഡഡ് ലുക്ക് എനിക്ക് വലിയ താല്പര്യമില്ല. സോ സാച്ചുറേഷൻ എനിക്ക് കുറച്ച് വേണം. സോ ഞാൻ കുറച്ച് സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യും. ആൻഡ് കുറച്ച് വൈബ്രൻസും കൂടി ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇറ്റ് ലുക്സ് സോ ഗുഡ്. സോ ദ സെയിം ഇതേപോലെ തന്നെ ഞാൻ ഒരുപാടെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു പിക്ചറാണിത്. സോ ഇതിനകത്ത് ഞാൻ ഡയറക്റ്റ് എന്ത് ചെയ്യും, ഈ സെറ്റിങ്സ് കോപ്പി ചെയ്യും. കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ പോയി 3 ഡോട്ടിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പി സെറ്റിങ്സ് വരും. സോ കോപ്പി ചെയ്യാതെ കോപ്പി ചെയ്ത് സെയിം പിക്ചറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് റീസെറ്റ് ചെയ്യും. പിക്ചർ റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. സോ സെയിം പിക്ചറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അത് അപ്ലൈ ചെയ്യാൻ പോവാണ്.
സോ പേജ് സെറ്റിങ്സ് ജസ്റ്റ് 1 ക്ലിക്കിലാണ് നമ്മൾ ചെയ്തതെന്ന് മനസ്സിലാക്കണം. സോ ഈ പ്രീസെറ്റ് ഇതിനകത്ത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. സോ ചില പ്രീസെറ്റ്സ് ബാക്കി എല്ലാ ഫോട്ടോസിനും വർക്ക് ആവും. സോ നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് വരുന്ന പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും ടെലഗ്രാമിൽ. സോ ഇത് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. സോ നിങ്ങൾക്ക് ഫോട്ടോയിൽ നിന്ന് ഈ സെറ്റിങ്സ് കോപ്പി ചെയ്തിട്ട് മറ്റൊരു ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീസെറ്റ് വന്ന പിക്ചർ അതിൻ്റെ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സിൽ ഞെക്കി ക്രിയേറ്റ് പ്രീസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രീസെറ്റിന് ഒരു നെയിം കൊടുക്കാം. സോ ഞാനിതിനെ ടീൽ ആൻഡ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം കൊടുത്ത് സേവ് ചെയ്തു. സോ ഈ സേവായി നമുക്ക് ഏത് പിക്ചറിന് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. സോ ഇതിന് ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിക്ചർ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പ്രീസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെ കിടപ്പുണ്ടാവും. സോ അതിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസർ പ്രീസെറ്റ്സിൽ ടീൽ ആൻഡ് ഓറഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. സോ ഇത് നമ്മുടെ ഫോണിൽ സേവ് ആയിട്ടിരിക്കും. സോ നമുക്ക് മറ്റേ പടം ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാലും ആ സെറ്റിങ്സ് നമ്മുടെ ഇതിനകത്ത് പ്രീസെറ്റ് ആയിട്ട് കിടക്കും. സോ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങളിപ്പോൾ പ്രീസെറ്റ് അപ്ലൈ ചെയ്താൽ കൂടി ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റിങ്സ് അതായത് കുറച്ച് ഓവർ എക്സ്പോസ്ഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സാച്ചുറേഷൻ വേണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ലൈറ്റ് കുറച്ച് കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഭയങ്കര എളുപ്പമുള്ളൊരു ടെക്നിക്കാണ്. ആൻഡ് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ചെയ്യുവാണെങ്കിൽ എനിക്ക് കുറച്ച് ഷാഡോസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആയിട്ട് വേണം. ആ ഒരു ഫെയ്ഡ് ലുക്കിനോട് എനിക്ക് താല്പര്യമില്ല. ഫെയ്ഡ് ലുക്കിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എക്സ്പോഷറൊക്കെ കുറച്ച് കട്ട് ചെയ്ത് കുറച്ച് കോൺട്രാസ്റ്റൊക്കെ ഇൻക്രീസ് ചെയ്ത് ഹൈലൈറ്റ്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കോൺട്രാസ്റ്റഡ് ആയിട്ടുള്ളൊരു ഇമേജ് എനിക്ക് കിട്ടും. സോ എനിക്ക് ഈ ഒരു ലുക്കിനോടാണ് താല്പര്യം. സോ ഈ പ്രീസെറ്റ് യൂസ് ചെയ്ത് ഞാനൊരു ബേസ് എഡിറ്റ് ചെയ്യും, എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യും, ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യും, എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. സോ നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റോറിയൊക്കെ ഇടാനാണെങ്കിൽ സിമ്പിളായിട്ട് ഇതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്കിത് പ്രീസെറ്റായിട്ട് സേവ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെറുതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പ്രീസെറ്റായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ബാക്കിയുള്ള പിക്ചേഴ്സിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ എന്താണ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഒരു പ്രീസെറ്റ് എടുത്തിട്ട് അതിനകത്ത് നിങ്ങളുടെ ചേഞ്ചസ് വരുത്തിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രീസെറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കത് എല്ലാ പിക്ചേഴ്സിലും യൂസ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. ഈ പ്രീസെറ്റ്സ് ഒരുപാട് പ്രീസെറ്റ്സ് വരുന്നുണ്ട്, പക്ഷേ എല്ലാം വർക്ക് ചെയ്യണമെന്നില്ല, ചിലത് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. സോ അത് നോക്കി നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെട്ട പ്രീസെറ്റ്സ് സേവ് ചെയ്ത് വെക്കുക. ആൻഡ് നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പുമായിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതാണ്. സോ ലെറ്റ്സ് സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ ബൈ.